ഹായ് ഫ്രണ്ട്സ്, ടെക് പിടികളുടെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മീഷോയുടെ റീസെല്ലിങ്ങിനെ പറ്റിയാണ് രണ്ട് വീഡിയോസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഫേസ്ബുക്കിൽ എങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ഈ സെല്ലിങ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് റീച്ച് ആക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഫേസ്ബുക്കിൽ മാത്രമായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ ഞാൻ പേജ് ഉണ്ടാക്കിയിട്ട് പേജിൽ മറ്റ് ഗ്രൂപ്പുകളിൽ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. അതിലൊക്കെയുള്ള റീച്ച് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള റീച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കസ്റ്റമേഴ്സിനെ ഒന്ന് റീച്ച് ആകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഫേസ്ബുക്കിൻ്റെ തന്നെ അടിപൊളി ഒരു ഫീച്ചർ, ഈ റീസെല്ലിംഗ് ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഫേസ്ബുക്കിൻ്റെ തന്നെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ഫേസ്ബുക്കിൻ്റെ തന്നെ. അപ്പോൾ ആ മാർക്കറ്റ് പ്ലേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് പോവുക. ഫേസ്ബുക്കിൽ പോയതിന് ശേഷം നിങ്ങൾ മെനുവിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ മാർക്കറ്റ് പ്ലേസിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ റീസെല്ല് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ പോസ്റ്റുകൾ. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഇതുവഴിയൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ ആൾക്കാർ റീസെല് ചെയ്യുന്ന പ്രോഡക്ട്സുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും വളരെ തുച്ഛമായി അല്ലോ, ഞാൻ പറഞ്ഞോട്ടെ, ഞാനിത് ഉപയോഗിക്കുന്നത് കൊണ്ട് പറയുകയാണ്, ഞാൻ നല്ല രീതിയിൽ നമുക്കൊരു റീച്ച് എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ അതുപോലെ എങ്ങനെയാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് സെല്ല് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മുകളിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സെല്ല് ലോക്കൽ വെഹിക്കിൾ റെൻ്റൽ. അപ്പോൾ നമ്മൾ സെല്ലെന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഐറ്റമാണ് സെല്ല് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മീഷോയിൽ നിന്ന് എടുക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പിക്ചർ ഇവിടെ ആഡ് ചെയ്യുന്നു, ടൈറ്റിൽ കൊടുക്കുന്നു, അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, ഏത് കാറ്റഗറിയാണ്, ഡിസ്ക്രിപ്ഷൻ. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇതിനതിൽ വലിയൊരു റോക്കറ്റ് സയൻസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓഫർ ഷിപ്പിംഗ് ഫ്രീ ആണോ അല്ലെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നിങ്ങളുടെ ഇതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി കുറേ പ്രോഡക്റ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്, ഞാൻ 2-3 വാച്ചുകൾ, ജാക്കറ്റ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഡിജിറ്റൽ വാച്ചാണ്. ആ വാച്ച് ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. എന്നിരുന്നാൽ പോലും 59 വ്യൂസ് ഓൾറെഡി മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഒരു ലിസ്റ്റിങ്ങിന് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഒരു ഡിജിറ്റൽ വാച്ച് തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഫാഷൻ ഡ്രസ്സസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് ഇത് 336 വ്യൂസാണ് ഇതിൻ്റെ ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഓർഗാനിക് വ്യൂസ്, അതായത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടൊരു നല്ല വ്യൂസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വ്യൂസ് ആൾക്കാരിത് കാണുമ്പോൾ, ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൂടെ ആൾക്കാരിത് കാണുമ്പോൾ ഇതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് മെസ്സഞ്ചറിലാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ മെസ്സഞ്ചറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് പ്ലേസിൻ്റെതായിട്ടുള്ള സെപ്പറേറ്റ് ഒരു ചാറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് കസ്റ്റമേഴ്സ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം എന്നെ കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്തവരുടെ കസ്റ്റമേഴ്സാണ്. ഇപ്പോൾ ഇവർ ഇങ്ങനെയാണ്, ഒരു കസ്റ്റമർ നിങ്ങളുടെ ഒരു പോസ്റ്റ് കണ്ടാൽ ഈസ് ദിസ് അവൈലബിൾ എന്നുള്ള ഒരു ഓപ്ഷൻ അവർക്ക് അവിടെ ഡിഫോൾട്ടായിട്ട് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു മെസ്സേജ് നമുക്ക് വരും. അപ്പം ഇവരോട് നമ്മൾ ചാറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസൊക്കെ ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾ ആ കിട്ടുന്ന ഒരു മാർജിൻ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബിസിനസ് ലെവലിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഈ ഒരു മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൂസ്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിന് പൈസ കൊടുത്തിട്ട് ഈ ഒരു ലിസ്റ്റിംഗ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കുറച്ചുകൂടെ ആൾക്കാരുടെ അടുത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റ്, നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ തുച്ഛമായ ഒരു എമൗണ്ടാണ് 230 രൂപ. അതായത് നിങ്ങളൊരു 600-800 രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റ് 1000 രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 200 രൂപ മാർജിൻ ഇട്ട് 1000 രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് കരുതിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 230 രൂപ, അതായത് നിങ്ങൾക്ക് ഈ 230 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ പറയട്ടെ, ഒരു 3 പ്രോഡക്റ്റ് സെല്ല് ചെയ്തുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് ലാഭമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രോഡക്ട്സിൻ്റെ പൈസ നിങ്ങൾക്ക്, അല്ലെങ്കിൽ കമ്മീഷൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ പൈസ കമ്മീഷൻ നിങ്ങൾക്ക് ആഡിന് വേണ്ടി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ റീച്ച് കിട്ടുന്നത് പറഞ്ഞാൽ 6300 തൊട്ട് 18,000 വരെ ആൾക്കാരുടെ റീച്ചാണ്. നിങ്ങൾക്ക് പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് ഇത്രയും ആൾക്കാരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞോട്ടെ, ഒരു 1000 മെസ്സേജെങ്കിലും വരും. നിങ്ങൾക്ക് തുരുതുരാ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. മെസ്സേജ് വന്നു കഴിഞ്ഞാൽ തന്നെ ആ 1000 പേരിൽ ഇത് വാങ്ങിക്കാനുള്ളവരുടെ ചാൻസ് നിങ്ങൾ വളരെ കുറച്ച് കൂട്ടിക്കോ.
ഏതായാലും ഒരു 3-4 പേര് കൂട്ടിക്കോ. 3-4 പേര് കൂട്ടിയാൽ തന്നെ നിങ്ങൾക്കൊരു 3-4 പ്രോഡക്റ്റ്സ് വിറ്റാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മുടക്കിയ പൈസ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു പ്ലാൻ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ചെക്കൗട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആഡ് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ റണ്ണായി തുടങ്ങും. റണ്ണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മെസ്സേജുകൾ നിങ്ങളുടെ മെസ്സഞ്ചറിലേക്ക് വന്നു തുടങ്ങും. അപ്പോൾ ആ മെസ്സേജ് വരുന്നതിന് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സുമായിട്ട് സംസാരിച്ച് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ മാർജിൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വന്നത് മെയിനായിട്ട് മാർക്കറ്റ് പ്ലേസ് ആണ്. മാർക്കറ്റ് പ്ലേസ് നിങ്ങൾ കാര്യമായിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ആ മാർക്കറ്റ് പ്ലേസിൻ്റെ പൈസ വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ മാർജിൻ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഡബിൾ ഇൻകം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഒരു പേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ, ഇതിവിടെ ഞാൻ പറഞ്ഞിട്ടെ, ഇത് പേജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ഡയറക്റ്റ് ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ ആയിരിക്കും പോകുന്നത്. നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പേരും നിങ്ങളുടെ പ്രൊഫൈൽ പിക്കും ആയിരിക്കും അവിടെ കാണുന്നത്. ഇന്ന ആളാണ് പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ലിസ്റ്റിങ്ങിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേജുമായിട്ട് ഈ ഒരു കാര്യത്തിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നാളെ ഒരാൾ ഇന്ന പോലെ പ്രോഡക്റ്റ്സ് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വേറൊരു ലെവലിലേക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ ഒരു സെല്ലിങ് നിങ്ങളുടെ, അല്ലെങ്കിൽ റീസെല്ലിങ് കൂട്ടാനായിട്ട് സാധിക്കും ഈ ഒരു മാർക്കറ്റ് പ്ലേസിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു ഫീച്ചർ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ റീസെല്ലിങ് വളരെ പെട്ടെന്ന് തന്നെ ബൂസ്റ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ റീസെല്ലിങ്ങിനെ പറ്റി വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. റീസെല്ല് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മീഷോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. താങ്ക്